Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ആദ്യം നമ്മുടെ ഡിഷിനെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം കാണുമ്പോഴും ഇന്നത്തെ വിശേഷം ഒക്കെ അറിയുമ്പോഴും നമുക്ക് ആദ്യമായിട്ട് എന്നാ പറയുക എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കുവാന്നല്ലേ എന്നെ സന്തോഷമല്ലേ വീട്ടിനകത്ത്. പക്ഷെ ക്രിസ്മസിൻ്റെ മൂഡ്, ഓണത്തിൻ്റെ മൂഡ്, വിഷുവിൻ്റെ മൂഡ് ഇതെല്ലാം ഒരു പ്രത്യേക മൂഡുകളാണ്. ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയെക്കുറിച്ച് ആദ്യം പറയാം. ഇന്ന് ഞാൻ സ്പെഷ്യൽ ചെയ്യാൻ പോകുന്നത് ഒരു ആട്ടിറച്ചി മപ്പാസ ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് കാര്യങ്ങളെ ആവശ്യമുള്ളൂ. എന്നാൽ വീട്ടിലുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ തനി വീട്ടിൽ. ഇത് ശരിക്കും എൻ്റെ അമ്മച്ചി എങ്ങനെയാണ് ഉണ്ടാക്കി പഠിപ്പിച്ച് തന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെച്ചാൽ ഞാനിത് ചെയ്യുന്നത്. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നോക്കിക്കോ. കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഇതിൻ്റെ കൂടെ ഇച്ചിരി ഏലക്കായും കൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ടൊമാറ്റോ, ഇച്ചിരി ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉരുളക്കിഴങ്ങാണ്, കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ ചതച്ച കുരുമുളക്, ഇച്ചിരി മട്ടൻ, പിന്നെ കട്ടിക്ക് കുറച്ച് തേങ്ങാപ്പാൽ. ഇത്രയും സാധനമാണ് വേണ്ടിയേ. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്നാ പറയുക ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതിനകത്ത് ഞാൻ പറയുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഇടണ്ട. അതല്ല ഈ പറഞ്ഞ പോലെ ഗരം മസാല ഇടണ്ട. പട്ട, ഗ്രാമ്പൂ, ഏലക്ക നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗരം മസാല പൊടി ഇടരുത്, വാങ്ങുന്ന പൊടി ഇടരുത്. നമ്മൾ വീട്ടിലെ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഒന്ന് ചതച്ചേച്ചിടുന്നതായിരിക്കും. എപ്പോഴും നമ്മളൊന്ന് മിക്സിയിൽ ഒരു അടി അടിച്ചേച്ചിടത്തില്ല, അങ്ങ് പൗഡർ പോലെ ആക്കണ്ട. അതിൻ്റെ ഒരു തരി കിടക്കട്ടെ, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല ആണെങ്കിൽ അതിനകത്ത് പെരിഞ്ജീരകം ഉണ്ടാവും. അതുകൊണ്ട് എന്നാണെന്നറിയോ, ഒത്തിരി മസാല ഇടണ്ട, ഒരു ഇച്ചിരി ഇട്ടാൽ മതി. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുരുമുളക് ചതച്ചത് ഇത്ര ഇടാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അത് ഇല്ല, നമ്മൾ ഒരുമിച്ചാണ് മസാല പൊടിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ടെൻഷനൊന്നുമില്ല. ഇപ്പം ഞാൻ ആദ്യം എണ്ണ ചൂടാകുമ്പോൾ പട്ട, ഗ്രാമ്പൂ അങ്ങനെ ഇടുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയുടെ കൂടെ ഒക്കെ ചേർത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ, കുറച്ച് വെളിച്ചെണ്ണയായിരുന്നു ഉപയോഗിക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു കഷ്ണം പട്ട അങ്ങോട്ട് പൊട്ടിച്ചിടുക. എന്നുവെച്ച് ഇച്ചിരി ഗ്രാമ്പൂ. ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് മിസ്സാവുന്നുള്ളൂ, ഏലക്കായും കൂടി ഇട്ട് നമ്മുടെ ഈ ഒഴിച്ചേക്കുന്ന എണ്ണയ്ക്ക് ആ ഒരു ചേർത്ത് പട്ട, ഗ്രാമ്പൂ അതിൻ്റെ ഒക്കെ ഒരു മണം ആ എണ്ണയ്ക്കകത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും, ഈ ഉള്ളി ഇടുക. ഉള്ളിയുടെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, അതേപോലെ ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി ഇട്ടേച്ചാലും മതി. വെളുത്തുള്ളി കൂടിയാലും ഇഞ്ചി കൂടരുത്, കാര്യം വെച്ചാൽ അതിനകത്തൊരു ഇഞ്ചിയുടെ ഒരു കുത്തൽ വരും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കുറച്ച് 5-6 പച്ചമുളക് ഇടുക. പച്ചമുളക് എരിവ് അനുസരിച്ച്. ഇപ്പം ഈ ഇടയിൽ മാർക്കറ്റിലൊക്കെ ആണെന്നില്ല പച്ചമുളക് ഈ നീളത്തിലുള്ളതല്ലാതെ ഒരു കുഞ്ഞു പച്ചമുളക് കിട്ടും. അതിന് ബുള്ളറ്റ് ഗ്രീൻ ചില്ലി എന്നാണ് പറയുന്നത്. അതുണ്ടല്ലോ ഒത്തിരി എരിവാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കിയേച്ച് വേണം ഇടണം. ഇച്ചിരി പോകുന്ന പച്ചമുളകാണ്, അന്നേരം ഒത്തിരി ഇട്ടേക്കാം എന്നൊന്നും പറഞ്ഞേച്ച് ഇട്ടേക്കല്ല. എന്നാന്ന് വെച്ചാൽ അത് ഇച്ചിരി എരിവുള്ള കൂട്ടത്തില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടേച്ച് വേണം ചേർക്കാനായിട്ട്. ഇതൊരു ഇച്ചിരി വാടാനായിട്ട്, ഒത്തിരി വാടി അങ്ങ് മൂത്ത് പോകണ്ട, ഒരു ഇച്ചിരി വാടാനായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടുക. ഒത്തിരി വാടാനാന്നേലും ഇച്ചിരി വാടാനാന്നേലും നമ്മൾ ഒരു ഇച്ചിരി ഉപ്പിട്ടാൽ വേഗം കാര്യം നടക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഇച്ചിരി വാടി കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക.
ഏലക്കായും ഒക്കെ ഇടുവാണെങ്കിൽ ഒരു നല്ല മണമാണ്. ഇതിന് ഏറ്റവും കൂടുതൽ എരിവ് എന്ന് പറയുന്ന പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ്. ഇതൊന്നും ഉള്ളിയൊന്നും ഒത്തിരി വാടാനൊന്നും ഉള്ളതല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ വാടി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒരു കറിക്ക് ഇച്ചിരി ഉള്ളിയൊക്കെ കിടക്കുന്ന കാണാൻ നല്ലതാണ്. അത് ഇച്ചിരി വാടി കഴിയുമ്പോഴത്തേന് ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇടുക. ഒന്നെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കാം, അതല്ല നമ്മുടെ ഇറച്ചിയിലൂടെ വേവാനാന്നേൽ അങ്ങനെ. ഇനി ഉള്ളി ഒത്തിരി ഒന്നും വാടിയിട്ടില്ല, ഒരു ഇച്ചിരി വാടി വന്നിട്ടേ ഉള്ളൂ. അതിനകത്തോട്ട് ഒരു കാര്യം ചെയ്യാം, ആദ്യം ഇച്ചിരി പൊടിയൊക്കെ ചേർക്കാം. ഇത് ബേസിക്കലി ഒരു കാര്യം പറയാം, നമ്മൾ ഇറച്ചിക്കറി പോലെയല്ല, ഒരു ഫിഷ് മോളിയുടെയൊക്കെ നിറമില്ലേ, അന്ന് പറഞ്ഞാൽ മഞ്ഞ കളറായി പോവും, അതൊക്കത്തില്ല. എന്നാൽ ഒരു ബ്രൗൺ കളർ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി മുളക് പൊടി ഇടണ്ട, പച്ചമുളകിൻ്റെ എരിവാണ് വേണ്ടിയത്. അതുകൊണ്ട് ഒരു 3/4 ടീസ്പൂണേ മുളക് പൊടി ഇടുന്നുള്ളൂ. ബാക്കി നമുക്കൊരു ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കാം. 1 കിലോയ്ക്ക് ഏകദേശം 4 ടീസ്പൂൺ, ചെറിയ സ്പൂണിന് ഒരു 4 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി പോവാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ചതച്ച കുരുമുളകാണ് ഇടണ്ടേ, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം പൊടിച്ചതാണുള്ളത്, അന്നേരം ഞാൻ അതങ്ങ് ഇടുക. പക്ഷേ ചിലർക്കുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ചതച്ചത് ഇടുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അതിപ്പോൾ ഇറച്ചിക്കറി ആണെങ്കിലും ഇറച്ചി ഒലത്തിയതാണെങ്കിലും ഇപ്പം ഈ കറി ആണെങ്കിലും സ്റ്റൂ ആണെങ്കിലും എന്നാത്തിലിടാനാണേലും ഒരു ഇച്ചിരി ചതച്ചിടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് കുരുമുളക് പൊടിക്ക്. ഇതൊരു ഇച്ചിരി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ആട്ടിറച്ചിനകത്തോട്ട് അങ്ങ് ഇടുക. ഇച്ചിരി എല്ലോട് കൂടിയൊക്കെ ഉള്ള ഇറച്ചി ആണെന്നേൽ നല്ലതാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഒരു ഇച്ചിരി ഉള്ളി വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടായിരുന്നു, അത് ഒക്കത്തില്ല, പോരാ. എന്നാൽ ഇറച്ചിക്കൊക്കെ പിടിക്കാനായിട്ട് ഒരു ഇച്ചിരി കൂടിയൊക്കെ ഉപ്പിടണം. ഇതൊരു ഇച്ചിരി കയ്യിലെടുത്തേച്ച് ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം ഇട്ടേക്കുവാ. നിങ്ങൾ വിചാരിക്കുക ഞാൻ ഒത്തിരി അങ്ങ് ഇട്ടേക്കുവാന്ന്. ഇല്ല, ഒരു ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഇതും പറ്റത്തില്ല, കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും. ഇതിനകത്തോട്ട് ഒരു പകുതി ടൊമാറ്റോ ഇട്ടാൽ മതി. കാര്യം എന്താണെന്നറിയോ, ചിലപ്പോൾ എങ്ങാനും നമ്മൾ കുക്കറിനകത്തോട്ടിട്ട് നമ്മുടെ ഈ എന്നാ പറയുക ഇറച്ചി വേവിക്കുന്ന നേരം ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് പോയാൽ കൊള്ളുകയില്ല. അതൊക്കെ ഒരു ഇച്ചിരി കളർഫുള്ളായിട്ട് കിടക്കണ്ടേ. സാധാരണഗതിയിൽ അമ്മച്ചിയൊക്കെ അടുപ്പേ വെച്ചുണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത്. അമ്മച്ചിയൊന്നും കുക്കർ വെച്ചുണ്ടാക്കുന്നൊന്നും കണ്ടിട്ടില്ല. അന്നേരം എന്നാ ചെയ്യുന്നത്, അടുപ്പയിൽ ഇങ്ങനെ ഇതെല്ലാം ഇട്ടേച്ച് ഇറച്ചി നല്ലോണം വെന്താൽ പോലും എന്നാ ചെയ്യുന്നറിയോ, ഈ ഉരുളക്കിഴങ്ങോ ഈ തക്കാളിയോ ഒന്നും ഉണ്ടല്ലോ അങ്ങ് വെന്ത് പോവുകയില്ല. അന്നേരം എന്നാ ചെയ്യുന്നത്, ഇതെല്ലാം നല്ല കളർഫുള്ളായിട്ടായി കിടക്കുന്നത്. കുക്കറും അടുപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞപ്പോൾ, കുക്കർ പെട്ടെന്നാവും, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഈ അടുപ്പയിലൊക്കെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാദ് ഒരു പ്രത്യേകമാണ്. അതിൻ്റെ കൂട്ടത്തിലാന്നേൽ ഇതിൻ്റെ വേവ് ഒന്ന് നോക്കാം. സെക്കൻഡ് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ ഉപ്പോ കുരുമുളകോ എരിവോ പുളിയോ എന്നതേലും ഒക്കെ കുറവാന്നേൽ ചേർക്കാനും ഒക്കും. മറ്റേ കുക്കറിനകത്ത് അങ്ങനെ ഒക്കുകയല്ല, നമ്മളെല്ലാം ചേർത്തേച്ച് കുക്കറിനകത്ത് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രയാസമാണ്. അതുകൊണ്ട് ഞാനും ശരിക്കും പറഞ്ഞാൽ പറയുന്നത് നമ്മൾ അടുപ്പേ വെക്കുന്നതെന്നല്ലേ. പക്ഷേ എന്നാ ചെയ്യാനല്ലേ, പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പം. എല്ലാവരും കോമ്പാക്ട് ലൈഫായി, എല്ലാവർക്കും ഫ്ലാറ്റ് ജീവിതമായി. അവിടെ എവിടെയാണ് അടുപ്പും കാര്യങ്ങളൊന്നും വെക്കാൻ ഒക്കുകയല്ല. നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഇത്രയും തേങ്ങാപ്പാൽ തന്നെ പോരാ, ഒരു ഇച്ചിരും കൂടെ വേണം. എന്തായാലും നമ്മുടെ ഇറച്ചി ഒന്ന് വേവട്ടെ. ഈ പറഞ്ഞ പോലെ ഞാനും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ യുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അടുപ്പേ വെച്ചൊന്നും ഉണ്ടാക്കാൻ ഒക്കുകയില്ല. മറിച്ച് എന്നതാ കുക്കറെ വെച്ചുണ്ടാക്കാനേ ഒക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ വേണമെങ്കിൽ നമ്മുടെ അടുപ്പയിൽ വെച്ചുണ്ടാക്കാൻ. കാര്യം എന്നാ വെച്ചാൽ ഇത് പോരാ, ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടാക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിനൊരു നേരം കൊടുത്താലല്ലേ നമുക്ക് മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെയുള്ളൂ. ഇനിയിപ്പം ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കാനില്ല. ഇച്ചിരി മല്ലിയിലയോ കറിവേപ്പിലയോ
ഇതിനകത്ത് കറിവേപ്പില ചേർക്കാം കേട്ടോ, ധാരാളമായിട്ട് കറിവേപ്പില ചേർക്കാം. അത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി എണ്ണയിലൊന്ന് മൂപ്പിച്ചിടുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഞാൻ ഇട്ടില്ല, പക്ഷെ എന്നാൽ അതിനൊരു വിഷമം തോന്നും. ഇന്ന് ചന്തയിൽ നിന്ന് കിട്ടിയ കറിവേപ്പില ആന്നേൽ ഒരു ഉഷാറില്ല കറിവേപ്പിലയ്ക്ക്. എന്നതാണേലും കറിവേപ്പില ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ കറിക്ക് ഒരു പ്രത്യേക മണവും രുചിയും എല്ലാം വരുവേ. ഇത് അഥവാ നമ്മളിപ്പോൾ വേവാൻ നേരം ഇടാൻ മറന്നുപോയ ഇപ്പോൾ പോട്ടെ, കുഴപ്പമില്ല. വാങ്ങാൻ നേരം കുറച്ച് എണ്ണയിൽ ഈ കറിവേപ്പില ഒന്ന് മൂപ്പിച്ചിൻ്റെ പുറത്തോട്ട് ഇട്ടേച്ചാൽ മതി. ഇനി ഞാൻ കൂടുതൽ വർത്താനം പറഞ്ഞാൽ ഒരു കാര്യം നടക്കുകയില്ല, ബാക്കി എന്നോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ നക്ഷത്ര രാജകുമാരൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളികളുടെ എല്ലാവരും ഒരു ഫേവറേറ്റ് സ്റ്റാറാണ് ആനി സ്പെഷ്യലിൽ വരാൻ പോകുന്നത്. ഇറ്റ്സ് നൺ അതർ ദാൻ ടൊവിനോ തോമസ്. ടൊവിനോ, അതെ, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, നന്നായിരിക്കുന്നു. ഈ ക്രിസ്മസ് ഒക്കെയാണ്. വീട്ടിലൊക്കെ ക്രിസ്മസ് ഒരുങ്ങിയോ? അത്യാവശ്യം. എനിക്ക് ഒരു 4-5 ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോ വീട്ടിലേക്ക് ഓടിയോ? അതെ. കൊച്ചെന്നാ പറയുന്നു? സുഖമായിരിക്കുന്നു. ലാസ്റ്റ് ടൈം വരുമ്പോഴേ കുഞ്ഞ് വയറ്റിലായിരുന്നു. എന്നാ 9 months 8 months അവൾക്ക് 4 വയസ്സാവാൻ പോകുന്നു ജാനുവരിയിലേക്ക്. 4 years. ആ ശരിയാ, ആനീസ് കിച്ചൻ തുടങ്ങിയ ഇടയ്ക്കാണ് വന്നത് അല്ലേ? സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? പ്രീ KG. സ്കൂളിലൊക്കെ പോകാൻ പിടിക്കുക? കുഴപ്പമൊന്നുമില്ല. എന്നാ പേര് വെച്ചേ? ഇസ. ഇസ എന്നാണ് പേര്. ഇസ. ഇപ്പോഴും എനിക്ക് ടൊവിനോയുടെ വൈഫിന്റെ പേര് നേരെ ചൊവ്വേ വരികയല്ല. ലിഡിയ. 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 യെസ്. എനിക്ക് എപ്പോഴും തെറ്റുവന്നേ. ഇങ്ങനെ ഒരു പേര്, ഒരു പെറ്റ് നെയിം എന്നാലും കണ്ടുവച്ചിട്ടുണ്ടോ ഞങ്ങൾക്കൊക്കെ ഒന്ന് വിളിക്കാനായിട്ട്? ടൊവിനോ വിളിക്കുന്ന വേണ്ട. അല്ല, പെറ്റ് നെയിം ഒക്കെ പറഞ്ഞു തന്നെ ചിലപ്പോൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ കലാപമായിരിക്കും. ഇനി കയറണ്ടെന്ന് പറയുവേ. ഓക്കെ, ഈ 2019 എങ്ങനെയായിരുന്നു ടൊവിനോയ്ക്ക്? നല്ലായിരുന്നു. കുറെ നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. അത് തന്നെ വലിയ സന്തോഷം. നമുക്ക് കരിയർ വൈസും എല്ലാ രീതിയിലും നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള വർഷമായിരുന്നു 2019. ഓക്കെ, ലാസ്റ്റ് ടൈം ടൊവിനോ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ കുറേ കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ ടൊവിനോ, ഞാനൊരു സത്യം പറയട്ടെ, ഇപ്പൊ യൂത്തിലെ പിള്ളേരുടെ ഇടയിലോട്ട് ഇറങ്ങുമ്പോൾ എഞ്ചിനീയറിംഗിന് പോകുന്ന പിള്ളേരൊക്കെ എന്നോട് പറയുന്നത് എന്നറിയോ? ഞാൻ പറഞ്ഞു, മോനെ എങ്ങനെയാണ്, ക്ലാസ് എല്ലാം കഴിഞ്ഞോ, ഇയർ എല്ലാം കഴിഞ്ഞോ? ചേച്ചിയുടെ ഷോയിൽ ടൊവിനോ പറഞ്ഞിട്ടുണ്ട് എന്നാത്തിനാ പഠിക്കുന്നേന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് എന്റെ പേഴ്സണൽ ഇതാണ് പറഞ്ഞത്. ബാക്കി നന്നായിട്ട് പഠിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ, നന്നായിട്ട് പിള്ളേരുടെ നാവിൽ അത് മാത്രമേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരോട് ഇപ്പൊ ഞാൻ ചോദ്യം നിർത്തി. അവര് പറയുന്ന ഏക ഒരു സാധനം, ഇപ്പൊ ടൊവിനോ എന്നാ പറഞ്ഞാലും പിള്ളേരങ്ങ് നെഞ്ചോട് ചേർത്തേക്കുക. അതുകൊണ്ടാ ഇപ്പൊ ടൊവിനോ എന്നുള്ള പേരില്ല, ഞങ്ങളുടെ അച്ചായൻ അങ്ങ് കൂട്ടിയേക്കുക. എന്റെ പേര് നല്ല പേരല്ലേ ടൊവിനോ. ടൊവിനോ എന്ന് വിളിച്ചാൽ സ്നേഹം കൂടുമ്പോഴല്ലേ അച്ചായനും കൂടെ ടൊവിനോ എന്ന് വിളിക്കാം, ടൊവിന്ന് വിളിക്കാം. എന്നെ എൻ്റെ വീട്ടിലൊക്കെ കസിൻസ് ഒക്കെ, എന്നെക്കാളും പ്രായം കുറഞ്ഞ കസിൻസ് ഒക്കെ എന്നെ ടൊവിനോ ചേട്ടാ എന്ന് വിളിക്കുന്നത്. ചേട്ടാ തന്നെയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഒക്കെ നമുക്ക് എല്ലാവരും ചേട്ടാ എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. ഇങ്ങനെ അച്ചായ എന്നുള്ള വിളിയൊക്കെ എനിക്ക് ഭയങ്കര ഒരു അല്ല പാകമാവാത്തുള്ള അവസരം. ടൊവിനോ എന്ന് വിളിച്ചോ, ടൊവി എന്ന് വിളിച്ചോ. അത് കുറച്ചും കൂടെ ബിലവഡ് ആണ് അർത്ഥം. അതും കൂടെ പിന്നെ എന്നെക്കാൾ ഒരുപാട് പ്രായക്കുറവാണെങ്കിൽ ചേട്ടാന്ന് വിളിച്ചോ. അങ്കിളെന്നൊക്കെ വിളിക്കാനായിട്ട് ഇനി സമയമുണ്ട്. ചേട്ടാന്ന് വിളിച്ചോട്ടെ. ശരിക്കും അങ്കിളെന്ന് വിളിച്ചോ എന്ന് പറയാനായിട്ട് വരുവാ. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു 10 എനിക്ക് 30 വയസ്സാണ് പ്രായം. ഒരു 10-20 വയസ്സുള്ളവരൊക്കെ വന്നിട്ട് നമ്മൾ അങ്കിളെന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും, വീട്ടിൽ അച്ഛൻ അപ്പൂപ്പാന്നായിരിക്കുമല്ലേ വിളിക്കണേന്ന് ചോദിക്കും. കാര്യം പിന്നെ സ്വാഭാവികം ഈ അങ്കിളെന്നൊക്കെ വിളിക്കുമ്പോ ഇച്ചിരി ഒരു പ്രയാസം തോന്നുന്നു. എന്നാ ഈ അങ്കിളെന്ന് വിളിക്കുന്നേ? അതാണ് ഞാൻ പ്രയാസം വരുന്നേന്ന്, വിളിപ്പിക്കണ്ടല്ലേ? അതെ, എന്തിനാണ്? ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ഞാൻ പറയാം. എപ്പോഴും എന്റെ മോളുടെ പ്രായമുള്ള ഒരു അങ്കിളെന്ന് വിളിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അല്ല, അത് വിളിച്ചല്ലേ പറ്റത്തുള്ളൂ. കൊച്ചിന്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ പിന്നെ ചേട്ടാന്ന് വിളിക്കാൻ. ഓക്കെ, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും. 2019 ടൊവിനോയ്ക്ക് ശരിക്കും നല്ല സിനിമകളുടെ കുറേ ഭാഗമാകാൻ സാധിച്ചു. ഫ്രം ദ ബിഗിനിങ് ഞാൻ പറഞ്ഞു. ശരിക്കും നമ്മുടെ കാരിയർ വൈസ് അതൊരു ബ്രേക്കായി തന്നെ ഫീൽ ചെയ്തോ? തീർച്ചയായിട്ടും. കാര്യം എല്ലാ വർഷവും നമുക്ക് കരിയർ ഗ്രോ ചെയ്യുന്നു എന്നറിയുന്നത് തന്നെ, നമുക്കൊരു വർഷം കൂടെയൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വലിയ സന്തോഷമില്ല. അത് നമുക്ക് ഏറ്റവും ആഗ്രഹിച്ച ഒരു ജീവിതമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ എൻ്റെ സ്വപ്നമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷവും അത്യാവശ്യം സിനിമകളൊക്കെ ഉണ്ട്. നമുക്ക് അതിന് ശേഷമുള്ളത് നമുക്ക് അടുത്ത വർഷത്തെ പോലെ ഇരിക്കാം. പക്ഷെ അടുത്ത വർഷം
ഈ വർഷത്തേക്കാൾ മികച്ചതായിരിക്കും എന്ന് ഉറപ്പുള്ള അതെ സിനിമകളുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ മികച്ച സിനിമകളുടെ ഭാഗമാവാൻ പറ്റിയാൽ സന്തോഷമല്ലേ? അത് ശരിക്കും പ്രൂവ്ഡ് ആണ് ടൊവിനോ. ശരിക്കും ടൊവിനോ ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പോഴും ഇപ്പൊ ടൊവിനോ ഉള്ളതും നമ്മുടെ പ്രേക്ഷകർ ടൊവിനോനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം ടൊവിനോ മലയാള സിനിമയിൽ എത്ര കാലം ടൊവിനോയ്ക്ക് ആഗ്രഹമുണ്ടോ അത്രയും കാലം ഞങ്ങൾ നാട്ടുകാർ കൂടെ ഉണ്ടാവും. അല്ല, അത് ഭയങ്കര ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ എൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ ഭയങ്കരമായിട്ട് കുറേ നോക്കിയാണ് ഇനി ചെയ്യുന്നത്. കാര്യം നമുക്കങ്ങനെ ഒരു ഇത്രയും ഇത് വലിയ ഉത്തരവാദിത്വമാണ്. ഒരുപാട് പേര് നമ്മളുടെ സിനിമകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ശരിക്കും അത് തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാം, ടൊവിനോ ഓരോ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ട്രൂ ഡെഡിക്കേഷൻ 100% അല്ലെങ്കിൽ 101% പറയാം. കാര്യം ഒരു ഫിലിമിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല താടിയുണ്ട്, ചിലപ്പോൾ താടിയില്ല, ചിലപ്പോൾ മീശ മാത്രമേ ഉള്ളൂ, മീശയില്ല, അങ്ങനെ ഇങ്ങനെ ഓരോ ക്യാരക്ടറിനും ഓരോ ഈവൻ ലൂസിഫർ തുടങ്ങി ഇതുവരെ ഭയങ്കര വേരിയേഷനാണ് ടൊവിനോയിൽ വന്നത്. അപ്പോൾ ക്യാരക്ടർ സ്റ്റഡി ചെയ്യാൻ ടൈം എടുക്കുന്നു. കീൻ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ മാത്രമല്ല അതിനോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി തയ്യാറെടുക്കുമോ? തീർച്ചയായിട്ടും നമ്മളുടെ ജോലിയുടെ പ്രധാന ഭാഗം അതാണല്ലോ. നമുക്ക് ഈ ഞാൻ ബ്രേക്ക് ഇല്ലാതെയാണ് ലൂസിഫർ മുതൽ ഒരു ഇടക്കാട് ബറ്റാലിയൻ വരെയുള്ള സിനിമകൾ ചെയ്തേക്കുന്നത്. എനിക്ക് അതിനകത്ത് ബ്രേക്ക് ഇല്ല. ഇപ്പോൾ അവിടം വരെ പോകണ്ട. ലൂസിഫർ മുതൽ ലൂക്ക വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ബ്രേക്ക് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. ലൂസിഫറിന് ക്ലീൻ ഷേവ് അടിച്ച ഞാൻ ലൂക്കയിൽ ഇത്രയും താടിയായിട്ട് വന്നത് എങ്ങനെയാണ്, വിത്തൗട്ട് ബ്രേക്ക് ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളത്. അതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഞാൻ ഇതിനെപ്പറ്റി ബോധേഡാണ്. ഇപ്പോൾ സെപ്റ്റംബറിലാണ് ലൂസിഫർ ഷൂട്ട് ചെയ്യുന്നത്. അടുത്ത മാർച്ച് ഏപ്രിൽ ഷൂട്ട് ചെയ്യുന്ന ലൂക്കയിലേക്ക് താടി വേണം എന്നെനിക്കറിയാം, മാർച്ചിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങും. ഇപ്പോൾ കുറേശ്ശെ ഓരോ പടത്തിൽ വെച്ച് ഇങ്ങനെ കൂട്ടി വരും. നമ്മൾ ഈ പെൻസിലും മസ്കാരയൊക്കെ ഇട്ട് കട്ടി കൂട്ടി പിന്നെ താടി ട്രിം ചെയ്യാതെ നമ്മൾ ആ പെൻസിലും മസ്കാരയും മാച്ചുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ 3 മാസമൊക്കെ ബ്രേക്ക് എടുത്ത് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ 3 മാസം ബ്രേക്ക് എടുത്തിരുന്നെങ്കിൽ എനിക്ക് വൈറസിൻ്റെയും ഉയരുടെയും ലൂസിഫറുടെയും അതുപോലെ ഓസ്കാർ ഗോസ്റ്റുവിൻ്റെയും ഒന്നും ഭാഗമാവാൻ പറ്റൂലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ ഭാഗമാവാനും പറ്റി. അതേസമയം ഓരോ സിനിമയിലും ഓരോ ലുക്ക് കൊടുക്കാനും പറ്റി. പക്ഷെ ഇതിൻ്റെ ഒരു ബാക്ക് എൻഡിൽ ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നല്ല എഫേർട്ടാണ്. ശരിക്കും അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, വാക്കാൽ പറഞ്ഞു തീർക്കാനും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതായത് ലൂസിഫറിൽ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് ലൂസിഫറിലെ ഷൂട്ട് ട്രിവാൻഡ്രത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. പിറ്റേ ദിവസം ഞാൻ കാനഡയിൽ പോയി. അവിടെയായിരുന്നു ഓസ്കാർ ഗോസ്റ്റുവിൻ്റെ ലോസ് ആഞ്ചലസ് പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ പോയ സമയത്ത് അപ്പോൾ 2-3 ദിവസത്തെ ഗ്രോത്ത് ഉള്ളൂ. ഇപ്പോൾ കാര്യം ഫ്ലൈറ്റിലിരുന്ന സമയത്തേയും അവിടെ പോയി ഷൂട്ട് തുടങ്ങുന്ന സമയത്തേയും ഗ്രോത്ത് ഉള്ളൂ. ആ ഗ്രോത്തിന് പുറത്ത് കൂടെ അകത്ത് പെൻസിലിട്ട് വരയ്ക്കും, പിന്നെ ഓരോ രോമം മസ്കാരയിട്ട് കറുപ്പിച്ച്, അപ്പോൾ ഒരാഴ്ചത്തെ ഗ്രോത്ത് ഉള്ള പോലെ തോന്നും. അപ്പോൾ അടുത്ത ഒരാഴ്ച നമുക്ക് താടി ട്രിം ചെയ്യണ്ട, പകരം ഈ മസ്കാരയും കുറച്ച് പെൻസിലും കുറച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നുള്ള സിനിമയുടെ സ്കെഡ്യൂളായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഇവിടെ ഒരു ഗോട്ടി ഉണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈവൻ താടിയാണുള്ളത്. ആ ഗോട്ടി ഇതുപോലെ മസ്കാരയും പെൻസിലൊക്കെ ഇട്ടിട്ടാണ്. പക്ഷെ ഒരു മാസം അതിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ 1 മാസം കൊണ്ട് കുറച്ചും കൂടെ ഗ്രോത്ത് ആയി. ആ ഗ്രോത്ത് കീപ്പ് ചെയ്തിട്ടാണ് ഓസ്കാർ ഗോസ്റ്റുവിൻ്റെ സെക്കൻഡ് സ്കെഡ്യൂളിൽ കുറച്ച് താടി ഉള്ളതായിട്ട് വരുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ കിലോമീറ്റേഴ്സ് എന്നുള്ള സിനിമയുടെ ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചും കൂടെ താടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ബോർഡറൊക്കെ കട്ട് ചെയ്ത് പിന്നെയും കുറച്ച് മസ്കാരയിട്ട് കറുപ്പിച്ചിട്ടാണ് ഉയരയിൽ അഭിനയിച്ചത്. ഉയരെ കഴിഞ്ഞ് വൈറസ് കഴിഞ്ഞ് ലൂക്ക എത്തിയപ്പോഴത്തേക്കും ഇത്രയും താടിയായി. ടൊവിനോ ഇത് പറഞ്ഞപ്പോ ടൊവിനോ വെറും ഒരു 10 സെക്കൻഡ് അത് പറഞ്ഞു തീർത്തു. പക്ഷേ ഇതുവരെ ഞാൻ ഇവിടെ ഇരുന്ന് ഇത്രയും പേരെ ഇന്റർവ്യൂ ചെയ്തതിൽ ഒത്തിരി യൂത്ത് പിള്ളേർ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു കരുതലും എനിക്ക് കിട്ടിയില്ല. ഇത്രയും ഒരു ഡെപ്ത് ആയിട്ട് എനിക്ക് കിട്ടിയില്ല ഇതുവരെ. ഷുഡ് അപ്രിഷിയേറ്റ്. അത് വാക്കുകളില്ല പറയാൻ. നമ്മളുടെ എൻ്റെ ജീവിതത്തിൽ ഇപ്പം എൻ്റെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അവർ പലർക്കും അതിൽ പരിഭവമുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും സിനിമയായി പോകുന്നു എന്നുള്ളത്. അതിൽ പല അഭിപ്രായമുണ്ട്. പലർക്കും ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലി ആയിരിക്കണം, ഫസ്റ്റ് പ്രയോറിറ്റി ഫ്രണ്ട്സ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തോ സിനിമയോടുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കും പലപ്പോഴും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സിനിമയാവാറുണ്ട്. പക്ഷെ എന്നാലും ഒരു സെക്കൻഡ് തേർഡ് പ്രയോറിറ്റിയിൽ ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും വരും. എന്നാലും എന്താ വെച്ചാൽ നമുക്ക് സിനിമ എന്നുള്ളത് ഒരുപക്ഷെ എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ പ്രേമിക്കുന്നതിന് മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു മേഖലയാണ്. എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള അത് സിനിമയ്ക്ക് അറിയാലോ, സിനിമയ്ക്കുള്ള ഒരു അട്രാക്ഷൻ. നമ്മൾ അതിലൊക്കെ അട്രാക്റ്റഡ് ആയി പോകുന്നു. അതിൽ കിട്ടുന്ന മണി ഫെയിം എന്നുള്ളതിനൊക്കെ അപ്പുറം അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈ മണി ഫെയിമിനെക്കാട്ടിലും ഒക്കെ ടൊവിനോ ഏറ്റവും കൂടുതൽ ആസ് ആൻ ആക്ടറാണ് അതിന്റെ ട്രൂ ഡെഡിക്കേഷൻ കൊടുക്കുന്നത്. ഒബ്വിയസ്ലി. അതായത് എൻ്റെ അടുത്ത് മുമ്പ് ഞാൻ സ്റ്റാറിംഗ് പൗർണമി എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട്
ചണ്ഡീഗഡിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഞാൻ ഏതോ ഹോട്ടലിൽ നിന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു പഞ്ചാബി ഒരു കക്ഷിയായിരുന്നു. ഇദ്ദേഹം അത് ഒരു 5-star ഹോട്ടലാണ്. ഇദ്ദേഹം അന്ന് ഓൾറെഡി വാൾസൊക്കെ പണിതിട്ട് കൊണ്ടുവന്ന് ബിൽഡിംഗ് ഒറ്റ ദിവസം കൊണ്ട് ഒരു ഇത്ര നിലയുള്ള ബിൽഡിംഗ് പണിത് അങ്ങനെയൊക്കെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ഇയാളായിട്ട് കുറച്ചേരം സംസാരിക്കാനായിട്ടൊന്ന് സമയം കിട്ടിയത് 2013 നമ്മുടെ കരിയറൊക്കെ തുടങ്ങുന്നൊരു സമയത്ത്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് മണി ഈസ് ജസ്റ്റ് എ ബൈ പ്രോഡക്റ്റ് എന്നുള്ളത്. കാര്യം ശരിക്കും അതെ, മണി ഈസ് ജസ്റ്റ് എ ബൈ പ്രോഡക്റ്റ്. നമുക്ക് കുറേ പൈസ ഉണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് ഒരു സിനിമയിൽ ഞാൻ വാങ്ങുന്ന ശമ്പളം മുഴുവനായിട്ട് എനിക്ക് കിട്ടുകയും എന്നാൽ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് വിജയിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്കതിൽ യാതൊരു സന്തോഷമില്ല. എനിക്ക് നേരെ മറിച്ച് ഞാൻ ഒരു സിനിമയിൽ എനിക്ക് എൻ്റെ സാധാരണ ശമ്പളത്തിൻ്റെ ഒരു പകുതി പോലും കിട്ടിയിട്ടില്ല, പക്ഷെ ആ സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് മണിയും ഫെയിമും ഒന്നുമില്ല, അതിനപ്പുറം നമ്മൾ ചെയ്യുന്ന വർക്ക് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇനി എന്നാ ചോദിക്കാനുള്ള എന്നാ ചെറിയ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിള്ളേർ എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സീരിയസ് ചോദ്യങ്ങളാ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക എപ്പോഴും പറയാറുണ്ട്, മമ്മൂക്ക യൂത്ത് ആവുന്നത് എപ്പോഴും ദുൽഖറിനെ കണ്ടിട്ടാന്ന് പറയും. ടൊവിനോ എങ്ങനെയാണ് യൂത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം? അല്ലെങ്കിൽ എന്നെ നേരത്തെ പറഞ്ഞല്ലോ അങ്കിളേന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. ആസ് എ റോൾ മോഡൽ പോലെയോ ആരെങ്കിലും? ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. ഇൻക്ലൂഡിങ് മമ്മൂക്കനെ പോലെ ദുൽഖറും നമ്മുടെ ഒരു കാര്യം ഒരു തന്നെ ക്യാരി ചെയ്യുന്ന രീതിയിൽ ദുൽഖർ അടിപൊളിയാണ്. നമുക്കത് മാതൃകയാക്കാവുന്ന ഒന്നാണ്. അതുപോലെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളതും അല്ലാതെ പുറത്തുള്ളതും ആയിട്ടുള്ള. ഇപ്പോൾ അതർ ഇൻഡസ്ട്രീസിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ട് ഉള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് റോൾ മോഡൽസ് എത്ര പേര് വേണ്ട എടുക്കാം. ഒരാൾ മാത്രം ഒരാളെ മാത്രമില്ല. എന്നാൽ ടൊവിനോയ്ക്ക് മാത്രമുള്ള ഒരു ലേബിൾ ഞാൻ പറയട്ടെ, ഒരു റൊമാൻറ്റിക് ഹീറോ അല്ലെങ്കിൽ റൊമാൻറ്റിക് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേബിൾ ഇപ്പൊ അങ്ങ് ടൊവിനോയ്ക്ക് തന്നിട്ടുണ്ട് എല്ലാവരും. ചാക്കോ ഇച്ചിരി മാറിപ്പോയോന്ന് സംശയമുണ്ട്. ശരിക്കും ടൊവിനോയ്ക്ക് അങ്ങനെ ഒരു ലേബിൾ ഇപ്പൊ പെൺകുട്ടികളും എല്ലാവരും തന്നിട്ടുണ്ട്. അതെന്തോരം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം റൊമാൻറ്റിക് ഒക്കെ തന്നെയാണ്. ഭാര്യ വന്നിരുന്നേ ചോദിക്കായിരുന്നു. അതെ, അവൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ അവളെ പ്രേമിച്ചാണ് റൊമാൻറ്റിക് ആയി പഠിച്ചത്. അല്ല, ഞാൻ എത്രത്തോളം റൊമാൻറ്റിക് ആയി കഴിഞ്ഞാൽ അവൾ എന്നെ തിരിച്ച് പ്രേമിക്കും എന്നുള്ള ആ രീതിയിൽ അന്ന് മറ്റേ പ്രേമിച്ചിറക്കുന്ന സമയത്ത് പഠിച്ചതാണ്. അല്ല, ബേസിക്കലി കുഴപ്പമൊന്നുമില്ല. റൊമാൻറ്റിക് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. ഇപ്പൊ ടൊവിനോ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നു, ഇപ്പോൾ കുറച്ച് മൂവീസ് ചെയ്തു, ഒരു 4 to 5 years ആവുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്. ഞാൻ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 2012 ആദ്യം വന്നതാണ്. അപ്പോൾ 2020 8 വർഷം. ABCD was the first film അല്ലേ? അതിന് മുമ്പ് പ്രഭുവിൻ്റെ മക്കൾ എന്നൊരു സിനിമയാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. അത് 2012 ജനുവരി 28 രാവിലെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ മൂവി ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ABCD ആണെന്ന് എന്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്നറിയാവോ, ABCD കണ്ടോ അല്ലേ? ഈ ഞാൻ ഫിലിം പിന്നെ ഒത്തിരി നാൾ കഴിഞ്ഞാണ് കാണുന്നത്. പക്ഷെ ഏട്ടൻ ഫസ്റ്റ് ടൈം പോയി സിനിമ കണ്ടേച്ച് ഇത് രജിസ്റ്റർ ആവാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ടൊവിനോനെ അതിനകത്ത് കണ്ടിട്ട് ഏട്ടൻ എന്നോട് വന്ന് പറഞ്ഞു, എന്നോട് വന്ന് ഈ കുട്ടി നെക്സ്റ്റ് ഹീസ് ഗോയിങ് ടു ബി എ സൂപ്പർ സ്റ്റാർ എന്നോട് വന്ന് പറഞ്ഞു. അപ്പൊ അത് മാത്രം എനിക്ക് രജിസ്റ്റേർഡ് ആയത്, അല്ലാതെ ബാക്കിയൊന്നും എനിക്ക് രജിസ്റ്റേർഡ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇനിയിപ്പം 2012 ടൊവിനോ വന്നത്. ഇപ്പൊ ഇത്രയും നാളായി ടൊവിനോ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10 years കഴിയുമ്പം നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെയെങ്കിലും മാറണോ? എനിക്ക് മാറേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ നല്ലൊരു ഫാസ്റ്റ് പേസിലാണ് നമ്മുടെ മലയാള സിനിമ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സിനിമകളിലും എല്ലാ ഇൻഡസ്ട്രീസിലും ആ ഒരു റിവൈവൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം മലയാളത്തിൽ പ്രത്യേകിച്ച് മലയാളം സിനിമകൾ ഇപ്പോൾ ഈ വർഷം ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, വൈറസ് എന്നുള്ള സിനിമയും അതുപോലെ ലൂസിഫർ എന്നുള്ള സിനിമയും എനിക്ക് അതർ ഇൻഡസ്ട്രീസിൽ തന്നെ ഇന്ന് ആൾക്കാർ കണ്ടാലറിയുന്ന ഒരു നടനെങ്കിലും ആയിട്ടുണ്ട്. അതുപോലെ കാണുന്ന ആളുകളെല്ലാം കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് ഞാൻ പറയുന്നത് മലയാളികളുടെ കാര്യമല്ല, പുറത്തുള്ള ഒരു കാര്യമാണ്. അതെ, നമ്മളിപ്പോൾ മലയാളം ഇൻഡസ്ട്രി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളൊന്നാണ് ഇപ്പോൾ. അത് അവരുടെയൊക്കെ ബഡ്ജറ്റിനോട് അത്രയൊന്നും ബഡ്ജറ്റൊന്നും പലപ്പോഴും നമുക്ക് ഉണ്ടായെന്ന് വരില്ല. പക്ഷേ കണ്ടന്റ് കൊണ്ടും ഇവിടുത്തെ ആളുകളുടെ എക്സ്ട്രാ എഫേർട്ട് കൊണ്ടും ഒക്കെ നമ്മൾ ഉയരെ എന്നുള്ള സിനിമ ഇപ്പോൾ റീസെൻ്റ്ലി ദീപിക പദുക്കോണിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്, ആസിഡ് അറ്റാക്ക് വിക്ടിമായിട്ട്. അത് ഇറങ്ങിയ സമയത്തും ഉയരെ അവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഭയങ്കര അതിന്റെ ട്രെയിലർ തീർച്ചയായിട്ടും ഭയങ്കരമുള്ള. അപ്പൊ ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതിനേക്കാൾ മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഈ
നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലത്തെ OTT പ്ലാറ്റ്ഫോംസ് വന്നിരിക്കുന്നു. അത് വേറൊരു വലിയ ഒരു വാതിലാണ് നമുക്ക് തുറന്നു തന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പം നമുക്കിവിടെ റിലീസ് ചെയ്യാനായിട്ട് കേരളത്തിൽ മാത്രം ഇത്തരം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത്, ഔട്ട്സൈഡ് കേരള ഇത്ര തിയേറ്റർ റിലീസ് ചെയ്ത് ഓൾ ഓവർ കേരള നമുക്കങ്ങനെ തിയേറ്ററുകൾ കിട്ടാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പല കാരണങ്ങൾക്കും ഒരു മാറ്റം വരും. തിയേറ്റർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എപ്പോഴും നിലനിൽക്കണം. അത് ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതല്ലാതെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തവർക്ക് ഈ വ്യാജ പ്രിൻ്റുകളെ ഒന്നും ആശ്രയിക്കേണ്ടി വരാതെ OTT പ്ലാറ്റ്ഫോംസിൽ സിനിമ ഇറങ്ങിയിട്ട് ഒരു 40 days ഒക്കെ കഴിയുമ്പോഴത്തേക്കും സിനിമ കാണാൻ പറ്റുന്നു. അല്ലെങ്കിൽ അവരുടെ ഈ OTT പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ട് ഒറിജിനൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ 185-ലധികം അല്ലെങ്കിൽ 200 രാജ്യങ്ങളിൽ അത് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കലാകാരന് ലിമിറ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാളം കണ്ടന്റ്സും കൂടെ അതിൽ വരും. ഒരെണ്ണം വന്ന് വർക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത വർഷങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഈ 10 years കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എയിം ഉണ്ട്. ഏത് കാര്യങ്ങളായാലും, ഇപ്പം ഏതൊരു എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും ഏത് മേഖല എടുത്തോട്ടെ, ഇപ്പം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലായാലും, ഇപ്പം ടൊവിനോ ആസ് ഇറ്റ് ഇസ് ഫിലിം ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. ഒരു 10 years കഴിയുമ്പോൾ ടൊവിനോയുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കണം, ആരായിരിക്കണം, ഏതൊരാളായിരിക്കണം എന്നൊക്കെ ഒരു ആഫ്റ്റർ 10 years I want to be the best. അത്രേ ഉള്ളൂ. കുറഞ്ഞതൊന്നും നമ്മൾ ആഗ്രഹിക്കാറില്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അതിൽ ഞാനായിരിക്കണം ദി ബെസ്റ്റ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എങ്കിലും. അത്രേ ഉള്ളൂ. അല്ല ഒരു ഹീറോ, ഒരു സൂപ്പർ ഹീറോ, അങ്ങനെയൊക്കെ നമ്മുടെ ഒരു എയിം ഉണ്ടാവില്ലേ? ഒരു നായിക വരുമ്പോൾ ഞാനായിരിക്കണം ഹീറോയിൻ എന്ന് എനിക്ക് ചിന്തിക്കാം. അല്ല, അങ്ങനെ ഉള്ളതിനേക്കാളും എൻ്റെ അഭിനയത്തെ പറ്റി ആളുകൾ ഒരുപാട് സംസാരിക്കും. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ ചെയ്തത് ഏകദേശം 33 ക്യാരക്ടേഴ്സ് ആണ്, 33 ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ടൊവിനോയുടെ മനസ്സിനോട് ചേർന്ന് പിടിച്ചേക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ എല്ലാ സിനിമയും ഞാൻ ഒരേ ആത്മാർത്ഥതയോടെ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. പിന്നെ അതിൻ്റെ റിസൾട്ട് ഒരിക്കലും എൻ്റെ ആ സിനിമയിലെ കഥാപാത്രത്തിനെയോ ആ സിനിമയോ ഇഷ്ടപ്പെടുന്നതിനോ ഇഷ്ടപ്പെടാതിരിക്കുന്നതിനോ കാരണമാവുന്നില്ല. ഈ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ ഞാൻ ചെയ്തു വെച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ക്യാരക്ടേഴ്സൊക്കെ അത് ആ സിനിമകൾ അത്ര നന്നായിട്ട് മേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും നമ്മളെ കൊണ്ട് അത്രയ്ക്കും ആ കഥാപാത്രത്തിൻ്റെ മാനസിക സംഘർഷങ്ങളിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ ചില സിനിമകളുടെ. അപ്പോൾ ഒക്കെ തോന്നുന്നു അതിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു ഒട്ടുമിക്ക സിനിമകളിലും എനിക്ക് ആ കഥാപാത്രത്തിൻ്റെ ഒരു ജീവിതം ഞാൻ ജീവിച്ചു തീർത്തതാണ് എന്നുള്ളൊരു തോന്നൽ. ഒരുപാട് ഇൻവോൾവ് ആവും. അതെ അതെ അതെ. അതിലൊരു 3-4 എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ന് നിന്റെ മൊയ്തീനിലെ അപ്പുവേട്ടനാണെങ്കിലും, മായനദിയിലെ മാത്തനാണെങ്കിലും, ഗപ്പിയിലെ തേജസ് വർക്കിയാണെങ്കിലും, അതുപോലെ ആൻഡി ഓസ്കർ ഗോസ്റ്റൂലെ ഇസാഖ് ഇബ്രാഹിം, തീവണ്ടിയിലെ ബിനീഷ്, അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ അതൊക്കെ ഇപ്പോൾ എൻ്റെ ഓർമ്മകളിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചു തീർത്ത ജീവിതങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഇത്രയും പേരുകൾ പറഞ്ഞെന്നുള്ളൂ, ബാക്കിയുള്ളതുണ്ട്. അപ്പോൾ നമ്മളെ ആ ഒരു ക്രൂ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു, ആ കഥാപാത്രമായിട്ട് മാറാൻ നമ്മൾ എത്രത്തോളം അവർ പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് അനുസരിച്ച് നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഒരു ക്യാപ്സൂൾ പരുവത്തിൽ ഒരു ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. ആലോചിച്ച് നോക്കും. ശരിക്കും ടൊവിനോ ഇത്രയും ഡെഡിക്കേഷൻ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്നുണ്ട്. ഇപ്പം ഓരോ ക്യാരക്ടർ നോക്കുമ്പോഴും ശരിക്കും ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ടൊവിനോ. ഓരോ ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോൾ ഫിൽട്രേഷൻ പ്രോസസ് ഇനിയും കുറച്ചും കൂടെ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മളിൽ നിന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ചെയ്തു കൊടുക്കണം. അവർക്ക് ഔട്ട്പുട്ട് നല്ലതായിട്ട് നമ്മൾ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. ശരിക്കും ആ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് പോലും നമ്മളിപ്പം കയറി വരുന്ന സമയത്ത് നമ്മൾ ആസ് എ ഹീറോ അല്ലെങ്കിൽ ആസ് എ ഹീറോയിൻ നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി സ്ട്രഗിളാണ്. എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ നോക്കിയല്ല, നമ്മൾ നിൽക്കുവോ ഇല്ലയോ എന്നാ ഏർപ്പാട്, ഇത് മാത്രമേ അല്ലേ. അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കയറി വരുന്ന സമയത്ത് അല്ലേ നമുക്ക് എന്നാ ഉറപ്പ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവണം എന്നില്ല. ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫിലിംസ് ഉണ്ട്. ശരിക്കും നമുക്കൊരു ഡൗൺഫോൾ വരുമ്പം ഹൗ യു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്? വിഷമം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസമൊക്കെ വിഷമിക്കും. പക്ഷേ സന്തോഷത്തിന് കുറച്ച് ദിവസമേ ആയുസുള്ളൂ എന്ന് പറയുന്നത് വിഷമത്തിനും കുറച്ച് ദിവസമേ ആയുസുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം. അതാണ് കാര്യം. സിനിമ തീർച്ചയായിട്ടും നമ്മൾ സിനിമയിൽ വരുന്ന സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ഉണ്ട്, ശരിയാണ്. സിനിമയിലൊന്ന് മുഖം കാണിക്കുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ സ്ട്രഗിൾ. ആ മുഖം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലൂടെ ഡയലോഗ് കിട്ടുക എന്നുള്ളതായിരിക്കും അതിനേക്കാളും വലിയ സ്ട്രഗിൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കഥാപാത്രം ചെയ്ത് ഒരു ബ്രേക്ക് കിട്ടുക എന്നുള്ളതാണ്. ആ ബ്രേക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അതിനേക്കാൾ ബെറ്റർ കഥാപാത്രങ്ങൾ ചെയ്ത് ഒരു ലീഡ് ആക്ടർ എന്നൊക്കെ പറയും, വൺ ഓഫ് ദി ലീഡ് ആക്ടേഴ്സ് ആഗ്രഹിക്കും. അവസാനം നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തി ഒരു ലീഡ് ആക്ടറൊക്കെ ആയിട്ട് ഒരു ബ്രേക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഇതിനേക്കാൾ ഒക്കെ വലിയ സ്ട്രഗിൾ. കാര്യം എനിക്കാണെങ്കിൽ ഒരുപാട് തരം സിനിമകൾ ചെയ്യണമെന്നുണ്ട്.
ഒരേ തരം സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കും, അതുപോലെ നാട്ടുകാർക്ക് എന്തായാലും ബോറടിക്കും. അപ്പോൾ ഒരുപാട് തരം സിനിമകളുടെ ഭാഗമായി പലതരം കഥാപാത്രങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ജോണേഴ്സും ഒരുപോലെ ഇവിടുത്തെ പ്രേക്ഷകർക്ക് വർക്ക് ആവുന്നതായിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വിരലെണ്ണാവുന്ന ജോണേഴ്സിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും നമ്മളുടെ സിനിമകൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു 10-ൽ കൂടുതൽ ജോണേഴ്സൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ട്, അത് കുറവാണെന്ന്. പക്ഷേ ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഒരുപാട് വേറെയും സിനിമാ വിഭാഗങ്ങളുണ്ട് നമ്മൾ കൈവയ്ക്കാത്തത്. അപ്പോൾ അതൊക്കെ കൈവയ്ക്കാൻ നോക്കുമ്പോൾ അതെല്ലാം അത് പരീക്ഷണമാണ്, നമ്മൾ ചെയ്തു നോക്കുന്നതാണ്. ഇവിടെ വന്നിട്ടില്ലാത്തൊരു സംഭവം ചെയ്തു നോക്കുമ്പോൾ ഇപ്പോൾ ഇത് മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പോൾ അധികം ഇവിടെ വന്നിട്ടില്ലാത്ത ഒന്നാണ് ഈ സൂപ്പർ ഹീറോ. വന്നിട്ടില്ലെന്നല്ല, ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞ ഈ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ സൂപ്പർ ഹീറോ സിനിമയാണ്. സത്യം, അങ്ങനത്തെ ഫാന്റസി സിനിമകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള സിനിമ. നമ്മള് കൊച്ചുനാളിൽ ആരും കാണാത്തവരില്ല അത്, ഇല്ലേ? എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടെ കാണുന്ന അതുപോലെ സിനിമകളൊക്കെ കൂടെ വന്നിട്ടുണ്ട്, അതിനുശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സിനിമയൊന്നല്ല, പക്ഷേ ഞാൻ ആലോചിക്കുന്ന സമയത്ത് അധികമൊന്നും വന്നിട്ടില്ല. നമ്മൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ജോണറല്ല, പക്ഷേ ഹോളിവുഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്നും ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞ ഫ്ലോപ്പ് വരുമ്പോൾ ഹൗ യു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്, ശരിക്കും വേറെ എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഏറ്റവും നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയ ഒരു അവസരം ഏതാണ് ടോവിനോയ്ക്ക്? ആരുടെ കയ്യിൽ നിന്നായിരിക്കും കിട്ടിയത് ഫസ്റ്റ്? അത് പലതവണ പല സിനിമകളുടെ സമയത്തും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ട്രഷർ ചെയ്യുന്നു 2 എണ്ണം ഇപ്പോൾ തൽക്കാലം. അത് എല്ലാവർക്കും ഞാൻ എന്തുകൊണ്ട് അത് ട്രഷർ ചെയ്യുന്നു എന്നുള്ളത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. മായാനദി എന്നുള്ള സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സന്തോഷ് ടി കുരുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ അന്ന് എൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അത് നമുക്ക് ഭയങ്കര അംഗീകാരമായിട്ട്. പിന്നെ നമുക്കൊക്കെ കിട്ടും, ഇത്രയും വലിയ ലെജൻഡിന്റെ നമ്മൾ കേൾക്കാന്ന് പറയുന്നതല്ലേ. അതുപോലെ എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നുള്ള സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അന്ന് മമ്മൂക്ക അന്ന് ആ സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നേരിട്ട് നമുക്ക് അത് ലാലേട്ടൻ ഫോണിൽ കൂടെ പറഞ്ഞത്, ഞാൻ നമുക്കിനെ നേരിട്ട് കാണാൻ അവസരം കിട്ടി, നേരിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് കുറച്ചുകൂടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉത്തരവാദിത്വം കൂടുവാന്നോ. ചിലപ്പോൾ 2 ഫേസ് വരാം. ഏതാ ഞാനെല്ലാം ചെയ്യുന്ന കറക്റ്റാണ്, അവരെ അംഗീകരിച്ചു എന്നുള്ളതാവാം. ഇല്ലെങ്കിൽ നമുക്കൊരു കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. ഇനിയും ഇപ്പോൾ ചിലപ്പോൾ പലതരം ഈ കോംപ്ലിമെന്റ്സ് ഒക്കെ പലരെയും പല രീതിയിലായിരിക്കാം ബാധിക്കുന്നത്, എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും എന്നെ കോംപ്ലിമെന്റ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലും അതുപോലെ അടിസ്ഥാനമില്ലാത്ത ക്രിറ്റിസിസംസ് എന്നെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള രീതിയിലും ബാധിച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. അതായത് എന്നെ ഒരിക്കലും ഒരു കോംപ്ലിമെന്റ് കൊണ്ട് നിങ്ങൾക്ക് അഹങ്കാരിയാക്കാൻ പറ്റില്ല. കാര്യം കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും നന്നായി ചെയ്യാനുള്ള ഊർജ്ജമാണ്, അല്ലാതെ ഒരിക്കലും ഞാൻ അതിന്റെ പേരിൽ തികഞ്ഞ ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നുകയില്ല. അതെ, അങ്ങനെയൊന്നും തോന്നില്ല. കാര്യം വെച്ചാൽ എനിക്ക് മറ്റാരെക്കാളും എൻ്റെ കുറ്റങ്ങളും കുറവുകളും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എനിക്കല്ലേ. അപ്പൊ പിന്നെ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ അവരുടെ ക്രിറ്റിസിസംസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നെ തളർത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പെട്ടെന്ന് വന്നേച്ച് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തേച്ച് ഇത് ഇച്ചിരി കൂടി നന്നാക്കാരെന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്നായിരിക്കും. ആക്ച്വലി പലപ്പോഴും അല്ല, എല്ലായ്പ്പോഴും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്ക് നമുക്ക് കാണുന്ന സമയത്ത്, സിനിമയായിട്ട് കാണുന്ന സമയത്ത് അത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് എൻ്റെ എല്ലാ വർക്കും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം തികഞ്ഞു എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ എല്ലാ വർക്ക് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനിയും ബെറ്റർ ആക്കാമായിരുന്നു. അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം അഭിനയിച്ചിരുന്നതിനേക്കാളും നന്നായി ഇപ്പോൾ അഭിനയിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ടോവിനോ ആദ്യം ഇവിടെ വന്നപ്പോൾ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിരുന്നു. ഇത്രയും നാളും ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറും ആയിട്ടും സ്റ്റിൽ യു ആർ എ സോഫ്റ്റ് സ്പോക്കൺ. എങ്ങനെ ആയിപ്പോയേ? ഒരു ബഹളമില്ല, ഒന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഒരു ഈ ഒതുങ്ങിയ കൊച്ചാണെന്നൊന്നും ഞാൻ തീരെ വിശ്വാസം എനിക്ക് പോരാ. കാര്യം കൂടുതൽ കാര്യം അറിയണമെങ്കിൽ ടോവിനോയ്ക്ക് പോലും അറിയാൻ മേലാത്ത ഒരു സസ്പെൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ടോവിനോ ഇവിടെ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ എനിക്ക് തീരെ വിശ്വാസം പോരാ. ഞാൻ ഒട്ടും വിശ്വസിച്ചിട്ടില്ല, അപ്പോൾ എന്നെ പ്രേക്ഷകർ ഒട്ടും വിശ്വസിക്കരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ ആൻസി ചെന്നൈയിൽ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ പിന്നിൽ എന്നേൽ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ ഞാൻ ടോവിനോന് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് ടോവിനോ ആരായിരുന്നു, എന്തായിരുന്നു, ചട്ടമ്പിയായിരുന്നോ, അയ്യോ ഇതേപോലെ പാവമായിരുന്നു എന്നറിയാം. ഞാൻ ഇവിടെ ഒരാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഐ ഇൻവൈറ്റ് ടോവിനോസ് ബ്രദർ ഓവർ ഹിയർ. ഇപ്പൊ ഫേസ് ആണോ? ഇപ്പൊ തന്നെ ഫേസ് കണ്ടില്ലേ എങ്ങനെയാ ടോവിനോയുടെ ഫേസ് പോകുന്നേ? നമസ്തേ, വരൂ.
പേടിയുണ്ടോ ഇവിടെ നിന്ന് വരാനായിട്ട്? ഇങ്ങനെയൊക്കെ പറഞ്ഞേച്ച് നമസ്തേ പറഞ്ഞല്ലേ? അതാ ഇവിടെ ഇരിക്കുന്ന ആളെ അറിയാലോ അല്ലേ? ആ അപ്പൊ ഇരിക്കണം, ഞങ്ങൾക്ക് കുറച്ച് കാര്യം അന്വേഷിക്കാനുണ്ട്. ഇവിടെ ഉള്ള നേര് ഞാൻ പറയട്ടെ, ടോവിന് ഇത്രയും നേരം എന്നാ നല്ല കോച്ചായിരുന്നു എന്നറിയാവോ? ഇതേപോലെ എന്നെ സോഫ്റ്റ് ആയിട്ടൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങളെ സിനിമാ ലോകമൊക്കെ പഠിപ്പിച്ച്. പക്ഷെ ടോവിനോവിനെ പറ്റി ബേസിക്കലി നാട്ടുകാരുടെ ഇടയിൽ എന്നാ വർത്താനം എന്നറിയോ? നല്ലൊരു എന്താ പറയാ അച്ചായനായിട്ടാണ് ടോവിനോനെ അങ്ങ് കൂട്ടിയേക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ടോവിനോ ഇവിടെ വർത്താനം പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞ ഞാൻ തന്നെ ഇങ്ങനെ അതിശയിച്ചു. കുടുംബാന്തരീക്ഷത്തിലുള്ള ക്രിസ്മസിന്റെ മറ്റേ ആ ഒരു കുടുംബത്തിൽ ബഹളം വെക്കേണ്ടത് അതറിയാവുന്നല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇച്ചിരി ഡീസന്റ് ആവുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ കൂട്ട് കാര്യം എന്നാന്ന് കാര്യം മനസ്സിലായി. ടോവിനോ ഡീസന്റ് ആണോ? അല്ലേ? ആണോ? പാവത്താനാണോ? അല്ല. എന്ത് രസം, ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിച്ചതും നിങ്ങൾ ഉദ്ദേശിച്ച ഒന്നാണോ എന്ന് അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞേ. അതായത് ആള് പാവത്താനല്ല, നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ്. ചോദിച്ചില്ല ശരിക്കും നിങ്ങളെ രണ്ടുപേരാണോ? അതാ ചേച്ചി. ഓക്കെ, ചേച്ചി പാവമായിരിക്കും. അനിമോറുടെ കുരുത്തക്കേട് സഹിക്കാൻ പിന്നെ ഇത്രയൊക്കെ ചെയ്യുന്ന അനിയന്മാരോട് ഒരു മാന്തേലും തന്നില്ല പിന്നെ എന്നാ എടുക്കും? എനിക്ക് ചിരിക്കുമ്പോ ഇവിടെ ഒരു ഡിംപിൾ വരുന്നുണ്ട്. ആ ഡിംപിൾ ആക്ച്വലി അത് ഡിംപിൾ അല്ല, അത് പക്ഷേ ഡിംപിളായി മാറി. കയ്യിരിപ്പ് അത്ര നല്ലതാന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. എന്റെ കയ്യിലിരുന്ന് ചേച്ചിയുടെ മുടിയായിരുന്നു. ചേച്ചിയുടെ മുടി പിടിച്ച് വലിക്കും. അന്നേരം ചേച്ചിക്ക് ഇതെങ്കിലും വേണമല്ലോ ആ മുടിയൊന്ന് കിട്ടാൻ വേണ്ടി. വെരി ഗുഡ്. സ്വയം രക്ഷ വേണമല്ലോ. എത്രയായാലും സൈസ് കുറവാ, ചേച്ചിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ മാന്തലും. അതെ, മാന്തലായിരുന്നു മെയിൻ. ഈ പറയുന്നത് ഞങ്ങളും ഒരു 8ാം ക്ലാസ്, ഞാൻ 8ലും ചേട്ടനും 9ലും പഠിക്കുന്ന ഒരു സമയം വരെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇടിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ചേച്ചിയും ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഒരുമിച്ച് പോയ കാര്യങ്ങൾ തമ്മിൽ ഇതിലെല്ലാം പോട്ടെ. ആ അമ്മയുടെ അവസ്ഥ പറയൂ. അപ്പനെ നോക്കണം, മക്കളെ നോക്കണം, തല്ലുണ്ടാക്കൽ നോക്കണം. അമ്മയ്ക്ക് ഇങ്ങനെ പ്രാന്ത് പിടിച്ചിട്ട് ഞങ്ങള് തല്ലുണ്ടാക്കൽ നിർത്തി ഒരുമിച്ച് നിൽക്കുമ്പോ അവർക്കല്ലേ സന്തോഷം. അത് അത്രേ ഉള്ളൂ. തല്ലുണ്ടാക്കുമ്പോ ഉള്ള അമ്മയുടെ അവസ്ഥയാണ്. അമ്മ ആരെ വിളിക്കും? അമ്മയെക്കാളും കൂടുതൽ അപ്പനാണ് ഈ തല്ലുകൾ. ഞങ്ങളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തലക്കൊക്കെ നല്ല ഇടിയൊക്കെ ഇടിക്കും കേട്ടോ. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ടോവിനോടെ കൈ ശ്രദ്ധിച്ചോണേ, ആ പീച്ചിന്റെ ഒരു പവർ ഇപ്പോഴും ആ കൈക്കകത്തുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല ഇടിയൊക്കെ ഇടിക്കും. പക്ഷെ രണ്ടുപേരും മറ്റേ ആ ഒരു വാശിയിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. രണ്ടുപേരും കരയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. കരഞ്ഞാൽ നടക്കില്ലല്ലേ. പക്ഷെ അപ്പം വന്നൊരു ഇറുക്കിലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ്. അതെ, അല്ല വേറെ വഴിയില്ല രക്ഷപ്പെടാനായിട്ട്. അപ്പം നിർത്തണമെങ്കിൽ നമ്മൾ കരയണല്ലോ, നമ്മൾ തെറ്റ് മനസ്സിലാവണം എന്നുള്ളൊരു ഇതില്. പക്ഷെ ഞങ്ങള് ഒക്കെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തി, ഞങ്ങളും ചേച്ചിയും തമ്മിൽ ധാരണയിലെത്തി കഴിഞ്ഞപ്പോ പിന്നെ അപ്പനെ ഞങ്ങൾ തല്ലേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ ചിരിച്ചുകൊണ്ട് പറയുന്ന പല കാര്യങ്ങളും അന്ന് നമ്മൾ അത്ര ചിരിച്ചുകൊണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അല്ലെങ്കിൽ മെമ്മറിയിൽ ഒരു നല്ല സാധനമുള്ള അതൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരുപാട് പേരൊന്നുമില്ല. എനിക്ക് എൻ്റെ ഫാമിലി, അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവർ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ്സും എൻ്റെ ഏറ്റവും വിഷമമുള്ള മൊമെന്റ്സും ഞാൻ ഏറ്റവും നന്നായി ചിരിക്കുന്നതും ഏറ്റവും നന്നായി കരയുന്നതും ഒക്കെ കണ്ടിട്ടുള്ളത് എൻ്റെ കുടുംബം തന്നെയാണ്. ശരിക്കും ടോവിനോയുടെ ഒരു കെമിസ്ട്രി, ദാറ്റ് ഇസ് പൃഥ്വിയായിട്ട് ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, പൃഥ്വിയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരാളാണ്, കുഞ്ചാക്കോ ആണെങ്കിലും എല്ലാവരും. പക്ഷെ നമ്മുടെ ലൂസിഫറിൽ വിവേക് ഒബ്റോയ്, പുള്ളി എങ്ങനെയായിരുന്നു? ഹൗ വാസ് ഹിസ് ഡീലിംഗ് നമ്മളോടുള്ള രീതി? പുള്ളി ഭയങ്കര അടിപൊളി കക്ഷിയാണ്. പുള്ളി എന്താ പറയാ, പരിചയപ്പെട്ടപ്പോ തന്നെ ഒരുപാട് സംസാരിച്ചു തുടങ്ങിയ ആളാണ്. അങ്ങനെ പുള്ളി കുറെ സംസാരിക്കും. നമ്മള് വെടിയുന്ന ഒരാൾ വരുമ്പോഴത്തേന് എപ്പോഴും പറയും മലയാളം ഇസ് ടു ടഫ് ടു ആക്ട്, അല്ലെ നമ്മളോടൊപ്പം നിൽക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ഒത്തിരി വർത്താനം പറയുന്നത് കേൾക്കാവേ. പക്ഷെ ഈ ഇദ്ദേഹം മലയാളത്തിന്റെ ഡിക്ഷനൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരുന്നു. കുറച്ചും കൂടെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി തന്നെ ഡബ് ചെയ്തന്നെ ചിലപ്പോ. ആ പുള്ളി തന്നെ പറയുന്നൊക്കെ നമ്മള് മലയാളം പറയുന്ന ചിലപ്പോൾ വിനീതേട്ടനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റ് മാച്ച് ആയിട്ടുണ്ട്. പക്ഷെ ലിപ്സിങ്ക് അത് പുള്ളി ചോദിക്കോ അത് കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കോ? പുള്ളി അതൊക്കെ ചോദിച്ച് പഠിച്ചിട്ട് തന്നെയാണ്. പുള്ളി അതിലൂടെ എഫേർട്ട് എടുക്കുന്ന ആളാണ്. പുള്ളി മലയാളം മാത്രമല്ല അന്യഭാഷകളിൽ ഇപ്പൊ തെലുങ്കിലൊക്കെ അഭിനയിക്കുന്ന സമയത്തും പുള്ളിയുടെ ലിപ്സിങ്ക് കറക്റ്റ് ആണ്.
ഡബ് ചെയ്യുമ്പോൾ എങ്ങനെ വർത്താനം പറഞ്ഞു പുള്ളിയുടെ ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? ഹിന്ദി അറിയാമല്ലോ, എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് കുറച്ച്. അറിയാവുന്ന ഇംഗ്ലീഷ് എന്നൊന്നും പറയണ്ട, നല്ലോണം പറയാൻ അറിയാന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തിരിച്ച് അങ്ങനെ ധാരണ ഉണ്ടെങ്കിൽ ഞാനത് മാറ്റുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, ഹിന്ദിയിലൊക്കെ വർത്താനം പറഞ്ഞെങ്കിൽ ടോമിനോട് ഹിന്ദിയൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഹിന്ദിയിലൊക്കെ വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി എൻ്റെ അടുത്ത് ഒന്നും മിണ്ടില്ലായിരുന്നു. മതിയാക്കി രാഷ്ട്രഭാഷയെ അവിടെ കുറച്ച് നിർത്തിയേനെ അല്ലേ? ഹിന്ദിയൊക്കെ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഖാന പീന അതൊക്കെ അറിയാവുന്നുള്ളൂ. അത്രയും മതി. പക്ഷെ അപ്പം അവിടെ ഒരു സിനിമയ്ക്ക് നല്ലൊരു എന്താ പറയാ, ഒരു ചോക്ലേറ്റ് ഹീറോ ഒക്കെ ആയിട്ട് ഒരു വേഷം കിട്ടിയ പഠിക്കും, ഹിന്ദി പഠിക്കും. ഹിന്ദി ഞാൻ ഇപ്പൊ എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഹിന്ദിക്ക് 45 മാർക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ചേച്ചി 45 മാർക്ക് 50ലാണ്, ചെറിയ കളിയല്ല. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദി എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മൾ മറ്റേ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന പോലെ അല്ലല്ലോ. നമ്മളിപ്പോ 10ാം ക്ലാസ് തോറ്റിട്ടാണെങ്കിലും കുറച്ചുകൂടെ ബോംബെ പോയി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഹിന്ദി പറയും. അത് ഒരു 2-3 ദിവസം അവരുമായിട്ട് ഒന്ന് ചേർന്ന് പോകാനായിട്ട് നമുക്ക് ഹിന്ദി ബേസിക്കലി മനസ്സിലാവുമല്ലോ. തിരിച്ചു പറയാൻ വെച്ചിട്ട് 2 ദിവസം 3 ദിവസം ഒക്കെ ഈ ചെറിയ മറ്റേ ഗ്രാമാറ്റിക്കൽ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ അലട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ സംസാരിക്കാം. ഇപ്പൊ ഞാൻ പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പെന്നാന്നറിയോ, ടോവിനോ ക്യാൻ ഡു എവറിത്തിങ്. ബിക്കോസ് അങ്ങനെയാണ് ടോവിനോയുടെ വളർച്ച ഞങ്ങൾ കാണുന്നത്, അങ്ങനെയാണ്. ബിക്കോസ് ട്രൂ എല്ലാം പഠിക്കാവുന്നല്ലോ. നമ്മൾ മലയാളം വരെ ജനിച്ചതിന് ശേഷം പഠിച്ചല്ലേ. ഇച്ചിരി കൂടിപ്പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്ക് താങ്ങിയില്ല അത്, ഇത് ഇച്ചിരി കൂടിപ്പോയി. എത്രയും പ്രതീക്ഷിച്ചില്ല മോനെ. ഐ ആം സോ സോറി. നല്ലോണം പാചകമൊക്കെ ചെയ്യും. അല്ലെ പിന്നെ നമ്മൾ എണ്ണതേലും നീ പോയി കുളിച്ചിട്ട് ഞാൻ ഇളക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ചിക്കനൊക്കെ അടി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി. അല്ല, ഞങ്ങളിപ്പോ വീട്ടില് തന്നെയാണ്. അപ്പൊ അമ്മയും എല്ലാരും ഒരുമിച്ചാണ്. ഇവന്റെ ഫാമിലി നല്ല രസമാണ് എല്ലാരും കൂടെ കൂടെ ഉള്ളപ്പോ. കുറച്ചു കാലം ഫ്ലാറ്റിൽ മാത്രമായിരുന്നു. അപ്പൊ ഫ്ലാറ്റിലാകുമ്പോ ഭയങ്കര ഞങ്ങള് മാത്രമുള്ള. ഇപ്പൊ എല്ലാവരും കൂടിയാ കൂടെ ഉള്ളപ്പോ നല്ല ബഹളമാ വീട്ടിനകത്ത് അല്ലെ. ഒരു ക്രിസ്മസ് ആണേലും ന്യൂ ഇയർ ആണേലും ഒരു ഈസ്റ്റർ ആണേലും ഓണം വന്നാലും ഒക്കെ എല്ലാരും കൂടെ ഒത്തിരുന്ന് കഴിക്കുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ്, ബഹളവും. എന്തായാലും എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാമോ? അടിപൊളിയായിരുന്നു. എനിക്ക് വട്ടയപ്പം ഒരു കഷ്ണം കഴിച്ചാൽ കൊള്ളാം.